തൃശൂർ ശക്തൻ നഗറിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ കെഎസ്ആർടിസി ബസ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസ്സാണ് പ്രതിമ ഇടിച്ചു തകർത്തത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. 2020-ലാണ് ശക്തൻ സ്റ്റാൻഡിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ സ്ഥാപിച്ചത്. അപകടം നടന്ന സ്ഥലം കോർപ്പറേഷൻ മേയർ MK വർഗീസ്, റവന്യൂ മന്ത്രി K രാജൻ, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ സന്ദർശിച്ചു. അപകടത്തിൽ തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ എത്രയും വേഗം പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി മന്ത്രി അറിയിച്ചു. റിഫ്ലക്ടറുകൾ തുടങ്ങിയ സാധനങ്ങളുണ്ടോ എന്നറിയില്ല. അത് നോക്കേണ്ടതാണില്ലെങ്കിൽ അത് വെക്കാൻ കോർപ്പറേഷൻ ആവശ്യമായിട്ട് നടപടി എടുക്കണം. അത് അത്തരം സാധനങ്ങൾ സ്ഥാപിച്ച് മേലിൽ ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അപകടങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ പ്രത്യേകമായി ശ്രദ്ധയുണ്ടാക്കണം. ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള ഒന്നുകിൽ ഉറക്കമോ അല്ലെങ്കിൽ ഒരു കൈ മിസ്റ്റേക്കോ പറ്റിയതിൻ്റെ പേരിൽ കയറിയതായിരിക്കും. അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ പുതുക്കി പണിയാം എന്ന് KB ഗണേഷ് കുമാർ അക്കാര്യത്തിൽ നേരിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൻ്റെ അഭിമാനമായിട്ടുള്ള ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ്. അത് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ നേരത്തെ ഉണ്ടാക്കിയതുപോലെയോ അതിനേക്കാൾ നന്നാക്കിയോ പുനഃസ്ഥാപിക്കേണ്ട പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ട് വന്നു കയറിയത് കണക്ക് കണ്ട് KSRTCയുടെ ഭാഗത്ത് തന്നെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്ന ഘട്ടത്തിൽ KSRTC തന്നെ, ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ആ പ്രതിമ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ ഉൾപ്പെടെ അവർ ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഫോണിലൂടെ ഞങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്.